തുടക്കം തന്നെ ശുഭമായതുകൊണ്ട് എൻ്റെ പ്ലാനിങ് ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല കേട്ടോ. നമ്മളിന്ന് ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടായിരുന്നത് എനിക്കൊരു കുഞ്ഞ് ആഗ്രഹം ഉണ്ടായിരുന്നു സച്ചുവിനൊരു കൈച്ചെയിൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്വല്ലറിയിലേക്ക് പുറപ്പെട്ടത്. ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ പോലെയാണ് പ്ലാൻ ആക്കിയത്. അങ്ങനെ കാറിൽ വെച്ച് ഞാൻ ആളോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ അമ്പിനും വില്ലിനും അടുക്കില്ല. എനിക്കിപ്പോൾ കൈച്ചെയിനൊന്നും വേണ്ട, നിനക്കല്ലേ ഇങ്ങനെ ആഭരണങ്ങളോടൊക്കെ ഇഷ്ടം, നീ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ പ്ലാൻ അടവടലം മൂഞ്ചി. ആള് ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ആൾക്ക് വേണ്ടാന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പെൺകുട്ടികളാണല്ലോ, നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു മൂക്കുത്തിയും ഒരു കൈച്ചെയിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു പാഠം പഠിച്ചു. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചതിന് ശേഷം ആൾക്ക് സർപ്രൈസ് ആയിട്ട് കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന്. സച്ചുവിന് ഇഷ്ടപ്പെട്ടത് സച്ചു തന്നെ സെലക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് ഇട്ടത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഭീമ ജ്വല്ലറിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് 9 സ്റ്റോണുള്ള ഡയമണ്ടിന്റെ മൂക്കുത്തിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, കുറച്ച് വലിപ്പമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വലിപ്പമുള്ള ഭംഗിയുള്ള മൂക്കുത്തി ഒത്തു കിട്ടിയപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, അതങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇതിന് 11,000 രൂപയായിട്ടായിട്ടുണ്ടായിരുന്നത്. മൂക്കുത്തി ലവേഴ്സിന് എനിക്ക് തോന്നുന്നു ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എന്ന്. മൂക്കുത്തി അപ്പം തന്നെ ട്രൈ ചെയ്ത സ്ഥിതിക്ക് ഇതായിട്ട് മാറ്റി വെക്കേണ്ടാന്ന് വെച്ച് അതും അപ്പം തന്നെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ നേരെ ആലുവയ്ക്ക് വിട്ടടിച്ചു. നമുക്കിന്നൊരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ പ്ലാനിങ്സ് ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കാത്തത് കൊണ്ട് ആ കാര്യം നടന്നില്ല. ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് ഫുഡ് കഴിക്കും. അങ്ങനെ നമ്മളിതാ കുറച്ച് സ്വീറ്റും സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ലെറ്റ് സീറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ലെറ്റ് സീറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോണറ്റ്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം ഇവിടുത്തെ ഡോണറ്റ്സ് കുറച്ച് മെയിൻ ആണ്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് ചോക്ലേറ്റ് ബ്ലൂബെറി ഡോണറ്റും പിന്നെ ഒന്ന് കിറ്റ്കാറ്റിൻ്റെ ആണ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ആണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് എനിക്കൊന്നും കൂടെ ഇഷ്ടമായത് ഈ ചോക്ലേറ്റ് ബ്ലൂബെറി തന്നെയാണ് കേട്ടോ. കാര്യം ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്തതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. എൻ്റെ പ്ലാനിങ് അനുസരിച്ച് ഒന്നും വന്നില്ലെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.